എന്ത് കാര്യത്തിനാ എന്റെ ജാതകം കൂടി കൊടുത്തേ? രത്നേച്ചിയുടെ കല്യാണമല്ല ആദ്യം നടക്കേണ്ടത്. അത് നോക്കി കണ്ടുപിടിക്കുന്നതിന് പകരം എന്റെ കല്യാണം ആദ്യം നടക്കുന്നു. ആ ജോലിച്ചർക്ക് ഒരു ചുക്കും അറിയില്ല. വെറുതെ ഓരോന്നോരോന്നും പറയാം. ചേച്ചി, ജോൽസിനെ വെറുതെ കുറ്റം പറയണ്ട. ആദ്യം രത്നേച്ചിയുടെ കല്യാണ കാര്യത്തിന് വേണ്ടി ജോൽസ് ഇവിടെ വന്നപ്പോ എന്താ പറഞ്ഞേ? ഈ വീട്ടില് വല്യേട്ടന്റെ കല്യാണം ആദ്യം നടക്കുള്ളൂ. എന്നിട്ടിപ്പൊ അതേപോലെ തന്നെ നടന്നില്ലേ? വല്യേട്ട എന്താ ജോത്സര് ദേഷ്യപ്പെട്ട് ഓട്ടിച്ചിട്ടല്ലേ? ഇപ്പൊ ആ വല്യേട്ടൻ വരെ ജോത്സര് വിശ്വാസമായി. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ രശ്മി ചേച്ചിയുടെ കല്യാണമായിരിക്കും ഇനി ആദ്യം നടക്കാൻ പോകുന്നത്. ആ രത്നേച്ചിയുടെ കല്യാണവും ഉടനെ നടക്കാം കേട്ടോ. ഒന്നും മിണ്ടായിരിക്കടി. രശ്മിയുടെ കല്യാണം ആദ്യം നടക്കുന്നെങ്കിൽ അത് നടക്കട്ടെ. എനിക്കതില് സന്തോഷേ ഉള്ളൂ. രശ്മി, ആ ജോത്സരി പറഞ്ഞ അച്ചിട്ട നിന്റെ കല്യാണം ആഘോഷമായിട്ട് നടത്തണം അല്ലേ? ആ അതെ 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 അതെ. എന്റെ കല്യാണേ നടക്കണ്ട, എന്നിട്ടല്ലേ ആഘോഷം. ഒന്ന് പോ രശ്മിച്ചി. വല്യേട്ടന്റെ ഏട്ടത്തേമ്മരെ പോലത്തെ കല്യാണമല്ല. ഒരു സങ്കടം ടെൻഷൻ ഇല്ലാതെ അടിച്ചു പൊളിച്ചൊരു കല്യാണം. കുഞ്ഞി മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഏട്ടത്തിയമ്മ എല്ലാരും കൂടെ എന്നെ വട്ട് പിടിപ്പിക്കുക. എനിക്ക് പഠിച്ചിട്ട് IPS എടുക്കണം. ഒരു പോലീസ് ഓഫീസർ ആയിട്ട് മതി എനിക്ക് കല്യാണം മണ്ണാങ്കട്ടയും ഒക്കെ. രത്നേച്ചി, നമുക്ക് വേറൊരു ജോലിച്ചറെ വിളിക്കാം. രത്നേച്ചിയുടെ കല്യാണമാണോ എന്റെ കല്യാണമാണോ ആദ്യം നടക്കുന്നതെന്ന് അങ്ങേര് പറയട്ടെ. ആ ജോത്സരും രശ്മിയുടെ കാര്യം പറയുന്നതെങ്കിലും എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? ജാതകം നോക്കാതെയും കല്യാണം കഴിക്കുന്നവരുണ്ടല്ലോ. നമുക്ക് രത്നേച്ചിയെ നന്നായി സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്തിയാ പോരെ? അതല്ലേ വേണ്ടത്, അല്ലേ രത്നേച്ചി? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് കല്യാണം കഴിക്ക്. നല്ലൊരു സദ്യവേഗം ഉണ്ടല്ലോ. നിനക്ക് അത്രക്ക് ധൃതിയാണെങ്കിൽ നീ തന്നെ കെട്ടിക്കാരെങ്കിലും. ആ ഞാൻ റെഡിയാ. ജോത്സ്യരെ വിളിക്കും. എന്റെ ജാതകം ഒന്ന് നോക്കണം. അമ്പടി കള്ളി കൊള്ളാലോ. ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു. അതെ, നിങ്ങളൊന്ന് നിർത്തുവോ? ഇനി എന്റെ കല്യാണത്തെ പറ്റി ആരും ഒന്നും വേണ്ടി പോരുത്. രശ്മി, മനുഷ്യനെ ഇവിടെ ടെൻഷൻ അടിച്ചിട്ട് വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. റാണി, അടുക്കളയിൽ കഴിക്കാൻ എന്തായിരിക്കുന്നേ? ഈ ജോലിച്ചൊക്കെ വരാൻ കണ്ട സമയം. മുത്തശ്ശി എന്താ ആലോചിക്കുന്നത്? വേറെന്താ, ഇന്ദ്രന്റെ കാര്യം തന്നെ. അവന്റെ കല്യാണം അതെങ്ങനെയെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിച്ച് നടത്തിയെടുത്തേ പറ്റൂ. ഈ വാശിയിലും തീരുമാനത്തിൽ നടക്കുന്ന അവനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കും? അവനിപ്പോ പറഞ്ഞിട്ട് പോയത് മുത്തശ്ശൻ കേട്ടതല്ലേ? എപ്പ പറഞ്ഞാലും ഇതാ അവന്റെ മറുപടി. അവനെ കൊണ്ട് സമ്മതിപ്പിച്ച് കല്യാണം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.